ഇബാദത്തെടുത്ത് നോക്ക് റബ്ബിലേക്ക്, ഇലാഹവനുടനെ എത്തും കൽബിലേക്ക്. കൽബ് കണ്ടറിയുന്നോനാണ് ഇലാഹ്, കൽബ് കണ്ടറിയുന്നോനാണ് ഇലാഹ്. ഖബറിലേക്ക് നീങ്ങും മുമ്പറിഞ്ഞോ കലാമ്, ഇബാദത്തെടുത്ത് നോക്ക് റബ്ബിലേക്ക്, ഇലാഹവനുടനെ എത്തും കൽബിലേക്ക്. മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് അത്രയും സുപരിചിതനായ IP സിദ്ദീഖാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഈ മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷനുമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളത്. ഇതിൽ എങ്ങനെയാണ് IP സിദ്ദീഖ് അസോസിയേറ്റ് ചെയ്തത്? എപ്പോഴാണ് മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷൻ, അതായത് MWA, ഇതിൻ്റെ ഉണ്ടാക്കുന്ന, അതായത് സ്ഥാപക മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം ഈ സംഘടനയുമായി ഒരുപാട് പ്രോഗ്രാമുകളിൽ സഹകരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിപാടിയുടെ രീതി എങ്ങനെയാണ്? വർഷങ്ങളുടെ പരിപാടി നടത്തുന്നതാണോ? മറ്റു പരിപാടികൾ എന്തൊക്കെയാണോ? വർഷത്തിൽ വാർഷികമായിട്ടും കുടുംബമേളായിട്ടും അല്ലാതെ പിന്നെ ഓരോ ആളുകളുടെ സ്മരണാർത്ഥമൊക്കെ പരിപാടികൾ നടക്കാറുണ്ട്. ഈ പ്രോഗ്രാം നടക്കാൻ ഒരു പ്രത്യേക കാരണം മാപ്പിളപ്പാട്ടിന് കൂടുതൽ പ്രോത്സാഹനം നൽകുക, മാപ്പിളപ്പാട്ടിന് വളർന്നു വരുന്ന ഗായകർക്കും ഒക്കെ പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ്. കോഴിക്കോട്ടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കോഴിക്കോട്ടെ ചരിത്രത്തിൽ ഇത്രയും പ്രശസ്തരായ ആർട്ടിസ്റ്റുകളെ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് ഷോ നടത്താൻ മുന്നോട്ട് വന്നതിൽ അഭിനന്ദനാർഹമാണ്. മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷൻ അതറിയിക്കുന്നുണ്ട്. ഇതിന്റെ സ്ഥാപക മെമ്പറാണ് ഇത് പറഞ്ഞു. അപ്പൊ ഇതിലേക്ക് പുതുതായിട്ട് ആളുകൾ വരുന്നത് എങ്ങനെയാണ്? പുതുതായി ആളുകൾ വരുന്നത് ഒരുപാട് ഇപ്പം ആർട്ടിസ്റ്റുകളല്ലേ, നമ്മളുണ്ടാകുന്ന കാലത്തിന് ശേഷം ഒരുപാട് ആളുകൾ എത്തുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കലാരംഗത്ത് വരികയും അവർ ഈ സംഘടനയുമായി ബന്ധപ്പെടുകയും ഇത് സൊസൈറ്റിയുമായി, അങ്ങനെ ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ട്, സൊസൈറ്റി, പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഇപ്പം കോവിഡ് കാലത്തൊക്കെ ഒരുപാട് അവസരമായ, അതായത് ഇതുമായി ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ സഹായിക്കാൻ, അവരോട് സഹകരിക്കാനൊക്കെ ഈ MWAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് സിംഗേഴ്സ് മാത്രമാണോ, അല്ലെങ്കിൽ പക്കമേളക്കാരൊക്കെ ഉണ്ടാവുമോ? കലാകാരനായ കലാകാരന്മാരിപ്പോ സിംഗേഴ്സ് മാത്രമല്ല ഇതിലുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവരുണ്ട്, അത്തരം ആളുകളൊക്കെ ഇതിൽ ചേരാവുന്നത്. മ്യൂസിക് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും കലാകാരനാവണം. കലാകാരന്മാരെയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് പാട്ടുകാരെ അത്രയും സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഇത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനുള്ളത്, അല്ല കേരളം മൊത്തത്തിലുണ്ടോ? അല്ലല്ല, ഇത് സ്റ്റേറ്റ് ഒട്ടുക്കുണ്ട്. ഓരോ ജില്ലയിലും ജില്ലാ കമ്മിറ്റികളുണ്ട്. കോഴിക്കോട് ജില്ല ഇതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. IP സിദ്ദീഖ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രം പറയുകയാണ് എങ്കിൽ കൂടി മാപ്പിളപ്പാട്ട് ഇത്രയും നാളെ ഇങ്ങനെ ചുറുചുറുക്കോടെ നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. അതിനെ കുറിച്ച് പറയാനുള്ളത് അതല്ല, നമ്മള് പാടുന്ന പാട്ടിനോട് ആത്മാർത്ഥത പുലർത്തുക. നമുക്കൊരു റെക്കോർഡിങ്ങിന് ഒരു പുതിയ പാട്ട് കിടപ്പം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 500-ലേറെ ഓഡിയോ കാസറ്റുകളിൽ 700-ലധികം പാട്ടുകൾക്ക് ശബ്ദം നൽകിയവരാണ്, പല വിധത്തിലുള്ള പാട്ടുകൾ. ആ പാട്ടുകളൊക്കെ നമുക്ക് കിട്ടുമ്പം അതിൻ്റെ ഈണത്തോടും അതിൻ്റെ വരികളോടും നമ്മൾ കൂടുതൽ ബന്ധം പുലർത്തുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അതിൽ ഉൾക്കൊണ്ട് പാടുക. അങ്ങനെ ആകുമ്പോൾ ആ പാട്ടിന് അന്നും ജീവൻ ഉണ്ടാകും. അങ്ങനെ ഈ മാപ്പിളപ്പാട്ട് ലോകത്ത് IP സിദ്ദീഖ് അങ്ങനെ അറിയപ്പെടുകയും. ഈ ശരീര സൗന്ദര്യത്തോടൊപ്പം തന്നെ ശാരീരിക സൗന്ദര്യം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ശബ്ദ സൗകുമാരി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി എന്താണ് പ്രത്യേകിച്ച് ദൈവം ഒരു അനുഗ്രഹമാണല്ലോ പാടുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് കീപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ആ കീപ്പ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ശാരീരികമായുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ ചെലുത്തുന്നു, അത്രമാത്രം. ഭക്ഷണത്തിനും ജീവിത ശൈലിയിലൊക്കെ ആ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്താറുണ്ട്. അതെ. ഏതായാലും എല്ലാവിധ ആശംസകളും ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി.